സൂരജ്, ഇന്ന് നമ്മുടെ ഒ പിയിൽ ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ സെക്കൻഡ് മാരേജ് ആണ്. വൈഫിന് ആദ്യത്തെ മാരേജിൽ 2 കുട്ടികളുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായ ശേഷം അവർ സ്റ്റെറിലൈസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതെ, പ്രസവം നിർത്തിയായിരുന്നു. അപ്പോൾ രണ്ടാമത് വിവാഹം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുട്ടി കൂടി വേണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പോസിബിൾ ആവുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ മിക്കവാറും ഫേസ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. പലപ്പോഴും പ്രസവം നിർത്തിയതിന് ശേഷം റീ ഓപ്പൺ ചെയ്യാമോ എന്ന് ചോദിച്ച് വരുന്ന അനേകം ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പുതിയ ഹസ്ബൻഡിൻ്റെ കൗണ്ട് ഒന്ന് നോക്കണം, പരിശോധിക്കാം. സെമൻ അനാലിസിസ് നോക്കണം. കൗണ്ട് നോർമൽ ആണെങ്കിൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് റീ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. റീകാനലൈസേഷൻ സർജറി എന്നാണ് ഇത് പറയുന്നത്. ഇത് നമുക്ക് ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം, താക്കോൽദ്വാരം വഴിയും ചെയ്യാം, ഓപ്പൺ ആയിട്ടും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചെയ്തപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്തത്, അതായത് അത് നേരത്തെയുള്ള ഡെലിവറി കഴിഞ്ഞ ശേഷം 3ാമത്തെ ദിവസമാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ വഴിയാണ് നിർത്തിയത്, അല്ലെങ്കിൽ ഈ ചെയ്ത സമയത്ത് ഈ ട്യൂബ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിങ് വെച്ചിട്ടാണ് നമ്മളത് ഒക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബിന് ആവശ്യത്തിന് ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ്, നമുക്ക് കൂട്ടിച്ചേർത്തതിന് ശേഷം ലെങ്ത് ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇതിന് സക്സസ് റേറ്റ് കൂടുകയുള്ളൂ. അല്ലാത്ത കേസുകളിൽ നമ്മൾ ഇവർ ഡയറക്റ്റായിട്ട് ഒരു IVF പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ബേബിക്ക് പോകുന്നതായിരിക്കും നല്ലത്. റീകാനലൈസേഷൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? റീകാനലൈസേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി വഴിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ആദ്യത്തെ ഇത് പ്രസവം നിർത്തിയ സമയത്ത് എങ്ങനെയാണ് ട്യൂബ് മാറ്റിയത്, അല്ലെങ്കിൽ ട്യൂബ് കട്ട് ചെയ്യുകയാണോ അതോ ട്യൂബ് മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ റിങ് ഇട്ടിട്ടാണോ ഇത് പ്രസവം നിർത്തിയത്, എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനകത്ത് എത്ര ട്യൂബ് ലെങ്ത് ബാക്കിയുണ്ടെന്നുള്ളത് അനുസരിച്ചിരിക്കും നമുക്ക് റീകാനലൈസേഷൻ്റെ സക്സസ്. ചുരുക്കം ചില കേസുകളിൽ ട്യൂബിൻ്റെ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് റീകാനലൈസേഷനുള്ള സക്സസ് റേറ്റ് കുറവായിട്ട് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ IVF പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ കൗണ്ട് കുറവുള്ള സാഹചര്യത്തിൽ നേരെ ടെസ്റ്റ് ബേബിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്.